അപ്പം നിങ്ങളെ വിളിച്ചു വരുത്തിയതൊക്കെ അറിയാലോ. നമ്മുടെ CPIM സംബന്ധിച്ചിടത്തോളം മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നവരാണ് മാവൂരിലെ CPMക്കാർ എന്നുള്ള നിലയിൽ ചില പത്രങ്ങളിൽ പരാമർശം കണ്ടതായിട്ട് മനസ്സിലായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വി ബാലകൃഷ്ണൻ നായർ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു SI ഉണ്ട്, അതിന് ശേഷം വന്നേ പേരിനോട് പറഞ്ഞു. അയാളുടെ നേതൃത്വത്തിൽ ബോട്ട് കൊണ്ടുവന്ന് കള്ളപ്പൂഴി എടുക്കുന്ന തോണി പൂഴിയോടെ പിടിച്ചത് ബാലകൃഷ്ണൻ നായരുടെ സംഘത്തെയും വളഞ്ഞു വെച്ച് കൊല്ലാൻ ശ്രമിച്ച ആളുകൾ ആരാന്ന് വിളിച്ച ആളുകൾ നാട്ടുകാർക്ക് നല്ലതാണ്. മനസ്സിലായി? CPMൻ്റെ ഏതെങ്കിലും ഒരു അകന്ന അനുഭാവി അന്ന് ഈ കള്ളപ്പൂഴി എടുക്കാൻ ഏതെങ്കിലും തോണി ഉപയോഗിച്ചതായിട്ട് ഇവിടെ അന്ന് ഒരു മാധ്യമക്കാരൻ ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇപ്പം എന്നിട്ട് CPM മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് വാർത്തകൾ വരുന്നത്. ആ വാർത്തയ്ക്ക് പിന്നിലുള്ള വികാരം ഞങ്ങൾക്ക് മനസ്സിലാവും. എന്താ, ഈ ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ 5 കടവാണല്ലോ മാവൂർ പഞ്ചായത്തിനകത്തുള്ളത്. ഈ 5 കടവിൽ എന്തേ കൽപ്പള്ളി കടവിൽ എന്താ ഒരു പ്രത്യേകത വന്നതിപ്പോൾ? പ്രത്യേകത ഉണ്ട്. അട്ടിപ്പേറായി മുസ്ലിം ലീഗ് ജയിച്ചു വരുന്ന വാർഡാണ് 15-ാം വാർഡ് കൽപ്പള്ളി. 100 കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന വാർഡ് ഇടതുപക്ഷത്തിൻ്റെ മെമ്പർ ജയിച്ചു പോയി എന്നുള്ളൊരു തെറ്റാണ്. അതുകൊണ്ടാണ് കൽപ്പള്ളി കടവാകെ മോശമാണ് എന്ന് ചിത്രീകരിക്കുന്ന നിലയിൽ ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണാധികാരികളുടെ ഒത്താശയോട് കൂടി ഇന്ന് ചില വാർത്തകൾ ചില പത്രങ്ങളിൽ ബോധപൂർവം CPMനെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് അതിൽ ഒരു ബന്ധമില്ല. 100% പറയുകയാണ്, ഈ വിഷയത്തിൽ മണൽ മാഫിയയെ സഹായിക്കുന്ന ഒരു നിലപാടും CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 100% നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. നിങ്ങൾ പറ, ആരെങ്കിലും ആരാളുള്ളതെന്ന് വെച്ചാൽ പത്രക്കാർ ചൂണ്ടിക്കാണിക്കും, ആളെ പറയും. വെറുതെ പിന്നെ ആകെ കാടടക്കി വെടിവെക്കുക എന്നുള്ള നിലയിൽ മാറി ആളെ പറയും. CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. അതാ ഈ വാർത്തയിൽ ഒരാൾ എന്ന് പറയും. എന്താ ചിലർ ഉറക്കം കെടുത്തുന്നുണ്ട് പ്രശ്നം. CPMൻ്റെ ഇപ്പോഴത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് നേതാവായിരുന്നു നേരത്തെ. ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയോട് വിട പറഞ്ഞ് CPMൻ്റെ കൊടി പിടിച്ച് ബ്രാഞ്ച് സെക്രട്ടറിയായി പിന്നെ ഇടതുപക്ഷത്തിൻ്റെ മെമ്പറെ വിജയിപ്പിക്കാൻ അഹോരാത്രം പാടുപെട്ട് ഇപ്പോൾ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അതിലുള്ള ഈർഷ്യ കൊണ്ട് മണൽ മാഫിയാക്കി ചിത്രീകരിച്ച് വക്രീകരിച്ച് അത് ജനങ്ങളിലാകെ തെറ്റിദ്ധാരണ പരത്തുന്നതിനാവശ്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ അതിൽ ആ സമയത്ത് നിങ്ങൾ പത്രക്കാരുൾപ്പെടെയുള്ള സമയത്ത് ഈ പിന്നെ തോണി കെട്ടി വലിക്കുന്ന പുഴയിൽ കെട്ടിയിട്ടുള്ള എല്ലാ തോണികളും മണൽ മാഫിയ തോണിയാണെന്ന് അങ്ങോട്ട് ബോധപൂർവ്വം പ്രചരിപ്പിക്കുക. പൂഴിയുള്ള തോണി പിടിക്കുന്നതിനാരാ ഇവിടെ എതിരുള്ളത്? അതിന് ചില പോലീസ് ഓഫീസർമാർ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. CPIMനെ വക്രീകരിക്കാൻ പറ്റാവുന്ന സംഗതികളുണ്ടോ എന്നുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടി പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മണൽ മാഫിയയുമായി ഒത്തുപോകുന്ന ഒരു പ്രസ്ഥാനമല്ല ഈ പാർട്ടി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് അവസാനിപ്പിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ. ആ നിലയിൽ തന്നെ പോകും. ഇപ്പോൾ ഒരു തോണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പം പിന്നെ ഉമ്മർ മാഷ് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഒരു ലെറ്റർ പേഡിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. 3/3 എന്ന് പറയുന്നൊരു കത്ത്. ആ കത്തിനകത്ത് സെക്രട്ടറി ഒപ്പിച്ചിട്ടുണ്ട്. ആ തോണിയുടെ ഉടമസ്ഥനായിട്ട് ഇതിനകത്ത് പറയുന്നത് ആരെന്നറിയോ? പിന്നെ ഹനീഫ തറമ്മൽ എന്ന തൊഴിലാളിയുടെ 33 എന്ന നമ്പറുള്ള ഇരുമ്പ് തോണി മണൽ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വന്നിരുന്നു. ഈ തോണിയുടെ ഉടമസ്ഥാവകാശം അയാൾക്കുണ്ട് എന്നാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് സെക്രട്ടറിയും പ്രസിഡന്റും ഒപ്പിട്ടുള്ള കടലാസാണ്. ഇതിനെ സംബന്ധിച്ച് ആ സെക്രട്ടറി ആയിട്ട് ഞാൻ സംസാരിച്ചു. സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെ ഒരു രജിസ്റ്ററേ അവിടെ ഇല്ല. ഇങ്ങനത്തെ ഒരു രജിസ്റ്ററെ അവിടെ തപ്പിയിട്ട് കാണാനില്ല. ഇന്ന് രാവിലെ തുടങ്ങിയ തെരച്ചിലാണ്. വൈകുന്നേരം വരെ ഇങ്ങനത്തെ ഒരു രജിസ്റ്റർ കിട്ടിയില്ല. പിന്നെ എങ്ങനെ ഈ ഹനീഫയ്ക്ക് മാത്രം എഴുതി കൊടുക്കാൻ കഴിയും? 6-ാം മാസത്തിൽ കൊടുക്കാം. 6-ാം മാസം ഇതിനകത്ത് ഡേറ്റിനകത്ത് ഇന്ന് പറയുന്ന ഡേറ്റ് ഈ കൊല്ലം 6-ാം മാസം 29/6/2021 മുകളിൽ ഇങ്ങനത്തെ ഒരു രജിസ്റ്ററെ ആ പഞ്ചായത്ത് ഓഫീസ് കാണുന്നില്ല എന്ന് ഇന്ന് സെക്രട്ടറി പറഞ്ഞു. നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ പോയി സെക്രട്ടറിനെ കാണാം. ഇന്ന് ആണ് പിന്നെ ജീവനക്കാരെ വെച്ച് രാവിലെ മുതലേ തെരച്ചിലേ.
ഞങ്ങൾ ആരോപിക്കുകയാണ് ഈ രജിസ്റ്റർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി. ഈ രജിസ്റ്റർ തിരിമറി നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അതിനകത്ത് ഇനി ആരെല്ലാം പേരുകളാണ് ചേർത്തി വരുന്നത് കണ്ടെച്ചാൽ മതി. അതാണ് ആ രജിസ്റ്റർ കാണാത്ത പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഇനി സെക്രട്ടറി നിന്നോട് പറഞ്ഞത് ഇനി പ്രസിഡന്റ് എന്ത് ലെറ്റർ പേഡ് കൊണ്ടുവന്നാലും ഒപ്പിടുന്ന പ്രശ്നമില്ല കേട്ടോ എന്ന് സെക്രട്ടറി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും സെക്രട്ടറി പറഞ്ഞു. ഇനി പ്രസിഡന്റ് ഏത് ലെറ്റർ പേഡ് കൊണ്ടുവന്നാലും ഞാൻ ഒപ്പിട്ട് തരുന്ന പ്രശ്നമില്ല എന്ന് സെക്രട്ടറി അസന്നിഗ്ധമായി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സെക്രട്ടറി ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. നാളെ നിങ്ങൾക്ക് പത്രക്കാരെന്നുള്ള നിലയിൽ നിങ്ങൾ പോയി അന്വേഷിക്കാം. ഞങ്ങൾ രാഷ്ട്രീയ വിദ്വേഷം വെച്ച് പറയാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോയിട്ട് ആധികാരികമായ രേഖ കാണാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട് CPIM-നെ കൂട്ടിക്കെട്ടി ഞങ്ങൾ ആ വാർഡിനകത്ത് ജയിച്ചു വരാൻ ഇടയാക്കിയ സാഹചര്യത്തെ വക്രീകരിക്കുന്നതിനും മോശപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് മാവൂരിലെ ഭരണാധികാരികൾ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരം റിപ്പോർട്ടുകൾ പടച്ചുണ്ടാക്കുന്നത്. ആ റിപ്പോർട്ടിനെ ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. ഇതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നാൽ അത് ഞങ്ങൾ ആ നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കും. യാതൊരു തർക്കവും അക്കാര്യത്തില്ല. അതിന് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയാലും ബ്രാഞ്ച് സെക്രട്ടറി ആയാലും ആരായാലും ശരി, അതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിനും വഴങ്ങുന്ന പ്രസ്ഥാനമല്ല CPIM എന്ന് ആധികാരികമായി ഞങ്ങൾ പറയാം. പിന്നെ ഈ അപ്പോൾ ഇത്തരം അതൊക്കെ ഒരു ആരോപണമായി നിലനിൽക്കുക എന്നല്ല, ഇതൊന്നും സത്യസന്ധമായി തെളിയിക്കാൻ ആർക്കും കഴിയില്ല. ഇത് ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വില കുറഞ്ഞ രാഷ്ട്രീയമൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്, മാവൂർ പഞ്ചായത്തിനകത്ത് ചാലിയാറിൽ 5 കടവുണ്ട്. എന്തേ കൽപ്പള്ളിയിലേക്ക് മാത്രം ഇങ്ങനെ പോകുന്നു? എന്താ അതിൻ്റെ ഒരു രാഷ്ട്രീയം? എന്താ അത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. 5 കടവുണ്ടല്ലോ. എവിടെ നിന്ന് പൂഴിയെടുക്കുന്നു അതിനെല്ലാം എതിരാണ് ഞങ്ങൾ. കൽപ്പള്ളി കടവായാലും ശരി, മണന്തല കടവായാലും ശരി, എളമരം കടവായാലും ശരി, ഊർക്കടവായാലും ശരി, എല്ലാ കടവും ഏതൊക്കെ സ്ഥലത്തു നിന്ന് ചാലിയാറിൽ നിന്ന് അനധികൃതമായി പൂഴി കടത്തുന്നുണ്ടോ അതിനൊക്കെ എതിരാണ് ഞങ്ങൾ ആധികാരികമായി പൂഴി എടുക്കണമെന്ന് വാദിക്കുന്ന പാർട്ടിയിലെ ആളുകളാണ്. എന്താ ചാലിയാറിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ എടുത്ത് അത് ഏക്കൽ മണ്ണ് എടുത്ത് പുറത്ത് വിറ്റ് സർക്കാരിലേക്കും പഞ്ചായത്തിലേക്കും മുതൽക്കൂട്ടാക്കുന്നത് ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പാർട്ടി കൂടിയാണ് ഞങ്ങൾ. അതിനുവേണ്ടി ഇപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ആ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട്. ആ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടി പറയാനുണ്ട്. നിങ്ങളാണല്ലോ വാർത്ത കൊടുത്തത്, CPIM-ൻ്റെ ഒത്താശയോടുകൂടി മണൽ കടത്തത് വന്ന് പത്രത്തിൽ വന്ന വാർത്ത. നിങ്ങൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു വിശ്വാസ്യതയും സത്യസന്ധമായി ഒരു അന്വേഷണവും കാര്യവും പരിശോധനയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിങ്ങളിൽ ഒരാൾ അങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ വെല്ലുവിളിക്കുക ഈ പാർട്ടി. അങ്ങനെ ഒരു വാർത്ത നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തയിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരൻ ഇതിനകത്ത് ഒത്താശ ചെയ്ത് കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ പറയാൻ വേണ്ടി ആളെ വെളിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വെല്ലുവിളിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിനെ ആകെ ഒരു പ്രദേശത്ത് മോശമാക്കി ചിത്രീകരിച്ചതുകൊണ്ട് എന്തെങ്കിലും കിട്ടാൻ പോകണം? വല്ല ഗുണമുണ്ടോ? അപ്പോൾ വാർത്തകൾ എപ്പോഴും സത്യസന്ധമാവണം. പിന്നൊന്ന്, മണൽ കടത്ത് അനധികൃതമായി നടക്കുന്നുണ്ട് എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇവിടെ പറഞ്ഞല്ലോ കൽപ്പള്ളിക്ക് എന്താ പറയുക, കൽപ്പള്ളി മണൽ കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ട ബാധ്യത ആർക്കാം? പഞ്ചായത്ത് ഭരണാധികാരികൾക്കില്ലേ? പോലീസിനില്ലേ? നിർത്തിയിട്ടൊരു തോണിയും പിടിച്ച് ആ കടവിൽ കെട്ടിയിട്ട തോണി അയച്ചു കൊണ്ടുവന്ന് ഒരു ഭീകരത ഉണ്ടാക്കി. ഇതാണ് ആകെ ഒരു മണൽ മാഫിയയെ ഞങ്ങൾ പിടിച്ചു എന്ന് പറയുന്നത്. രാത്രി പെട്രോളിങ്ങിന് ഇറങ്ങണം, മണൽ കടത്തുണ്ടെങ്കിൽ കയ്യോടെ പിടിക്കണം. എന്താ ഇതിനുള്ള സാഹചര്യം സൗകര്യമില്ലേ? അതിൻ്റെ കൂടെ നിങ്ങൾ പോകണം. പത്രക്കാർ പോയി മണൽ കൊണ്ടുവരുന്ന ഫോട്ടോ എടുക്കണം. കാലി തോണി പിടിച്ചേലിക്കുന്ന ഒരു ചിത്രം എടുത്ത് ഒരു വാർത്തയാക്കിയതുകൊണ്ട് വല്ല ഗുണമുള്ള നാട്ടിൽ ഇതിനെ അവസാനിപ്പിക്കാനുള്ള പണി എന്തെടുക്കണം? കടവിലേക്ക് അനധികൃതമായി വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തേണ്ട ബാധ്യത ആയിരിക്കാനുള്ളത്. ഊർക്കടവിൽ എവിടെയോ മണലെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ JCB കൊണ്ടുപോയി അവിടെയുള്ള ആളുകൾ അവിടെ കിടങ്ങ് കീറി വണ്ടി പോണത് തടസ്സപ്പെടുത്തിയില്ല. മാവൂർ പഞ്ചായത്തിന് എന്താ പണി? മാവൂർ പഞ്ചായത്തിന് അങ്ങനെ
അനധികൃതമായ കള്ളന്മാരെ പിടിക്കണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളെ പാർട്ടിയോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളും പോവല്ലോ അവരുടെ കൂടെ. എന്തേ അതൊന്നും ചെയ്യാത്തത്? ഈ ലെറ്റർ പേഡ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ചില മണൽ കള്ളന്മാർക്ക് മണൽ കൊള്ള നടത്താൻ തോണി യഥേഷ്ടം ഉപയോഗിക്കാൻ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഏർപ്പാടാണ് ഈ കത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. കള്ളൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ തോണിക്ക് ലൈസൻസ് ഇത് പ്രശ്നമല്ല, ഇതവിടെ കിടക്കട്ടെ. തോണി ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ച തോണിയാണല്ലോ ഒരു തോണി പിടിച്ചതിൽ. മണൽ കിടത്തുന്ന തോണി പിടിക്കണീനോ മണലോട് കൂടി തോണി പിടിക്കുന്നതൊന്നും ഞങ്ങളാരും എതിരല്ല. ജീവകാരുണ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തോണി നിങ്ങൾക്കറിയാലോ, ഒരു പ്രളയകാലത്ത് ഈ പഞ്ചായത്തിൻ്റെ കയ്യിൽ ഒരു തോണി പോലും ഇല്ലാതെ ഓരോ കുന്നിൻ്റെ മുകളിലും കുടുങ്ങി കിടക്കുന്ന ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുകയില്ലല്ലോ അല്ലേ? നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി ബോധ്യമല്ലേ? ആ സമയത്തല്ലേ ചില ആളുകൾ കുറച്ച് തോണി വാങ്ങാനും നാട്ടിൽ കുറച്ച് പൈസ വിരിച്ച് തോണി ഉണ്ടാക്കാനും ഒക്കെ ഏർപ്പാടുണ്ടാക്കിയത്. നിങ്ങൾക്കറിയാലോ ഈ പ്രളയം. വളരെ കൃത്യമായി സത്യസന്ധമായി വാർത്ത കൊടുത്താലേ ഞങ്ങൾ. അപ്പം നിങ്ങളെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ വാർത്തകൾ കൊടുക്കുന്നത് സത്യസന്ധമായിരിക്കണം, അത്രയും ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൊടുത്ത വാർത്ത പോലീസ് പറയും പോലീസിൻ്റെ ഇടപെടൽ ശരിയായില്ല എന്ന് ഞങ്ങൾ പറയുമല്ലോ. പോലീസ് ഇതിന് ഇടപെടാനുള്ളല്ലോ. പോലീസ് എന്താ ചെയ്യേണ്ടത്? നിർത്തിയിട്ട് തോണി അയച്ചു കൊണ്ടുപോകില്ല, അതിൻ്റെ പണി. മണൽ കൊള്ള നടത്തുമ്പോൾ ആ കൊള്ളക്കാരെ പിടിക്കുക പോലീസ് വേണ്ട. മാവൂരങ്ങാടിയിൽ ഒരു കളവ് നടന്നു, അപ്പം ഞാൻ അതിലിങ്ങനെ നടന്നു പോവുക, കട്ടയാളെ കെട്ടില്ല, എന്നാൽ ഈ വാ എന്ന് പറഞ്ഞ സമീപനം ശരിയല്ല. കട്ടവനെ പിടിക്കണം, കക്കുമ്പോൾ പിടിക്കണം. ഇനി എപ്പോഴെങ്കിലും കട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. പോലീസിൻ്റെ നടപടിയൊന്നും മോശമായി എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ പോലീസ് അവിടെ കാണിച്ചത് ഒരു യുദ്ധമുഖത്ത് എടുക്കുന്ന സമീപനം പോലെയല്ലേ. പഞ്ചായത്തിലെ ഒരു പ്രസിഡൻറ്റും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും. പഞ്ചായത്തിൽ ആകെ നമ്മൾ പറയില്ല ജീവനക്കാരും അതിൻ്റെ കൂടെ അല്ല. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവരും കുറച്ച് പോലീസുകാരും കൂടി ആ പുഴമാട്ട് കിടന്ന് കാട്ടിക്കൂട്ടിയ വിക്രിയകളൊന്നും ഒരു പ്രദേശത്ത് ജനങ്ങളെ ആകെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന നിലപാട് ഇതൊക്കെ മോശമാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. ഒരു തോണി, അതിൽ ഒരു തോണി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ആ തോണി ഇന്ന് വരെ കാണാത്ത നിർമ്മിതി ആ തോണിയിലുണ്ട്. അതിന്റെ താഴെ ഭാഗങ്ങളിൽ ദ്വാരങ്ങൾ വാൾ വെച്ചിട്ടുണ്ട്. അത് കള്ളത്തരത്തിനാണ് അങ്ങനത്തെ ആ ദ്വാരങ്ങൾ അതിന്റെ തോണിക്ക് ദ്വാരം വെക്കുന്നത് കള്ളത്തരത്തിനാണെന്ന് എവിടെ നിങ്ങൾ പഠിച്ചത്? തോണി ഒരു ടാങ്കിന് ദ്വാരം വെക്കണതിനാ കഴുകി ഒഴിവാക്കാൻ. ഈ തോണി കഴുകാനുള്ള സാധനമാണ് ഈ തോണി. കഴുകണ തോണിക്ക് വാൽവ് വെക്കുമല്ലോ, സ്വാഭാവികല്ലേ. വെള്ളം നിറഞ്ഞാൽ ഒഴിവാക്കണ്ടേ? ഞങ്ങൾ നിങ്ങൾ തോണിയുടെ പിന്നെ ദ്വാരമോ മറ്റൊന്നും ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞു. അല്ല ഞങ്ങൾ പറഞ്ഞത് അല്ല ഞാൻ പറയട്ടെ, തോണി ആഴ്ത്തുന്നത് ശരി. ആ തോണി ആഴ്ത്തി ഏതെങ്കിലും ഒരാളുടെ പേരിൽ പോലീസ് കേസെടുത്തോ? ആരെങ്കിലും ഒരു ചിത്രങ്ങൾ എടുത്തോ? ഒരു വാർത്തയായിട്ട് അല്ല അതിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇത്രേ പറയുന്നു. ഇത് പറയട്ടെ അല്ല അവിടുത്തെ CPM ആണ് പറഞ്ഞു. അതാ ഞങ്ങൾ പറഞ്ഞു. അതിനാണ് ഞങ്ങൾ മറുപടി ഞങ്ങളെ ചാർജ് എന്ന് പറയുന്നത്. നിങ്ങൾ വികാരങ്ങളിലാണെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ടുള്ള പത്രക്കാർ ചോദിക്കുന്ന പോലാണ് അങ്ങനെ ചെയ്യും. അല്ല അത് ആ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കിയവരെ, ആ ഭീകര അന്തരീക്ഷം ആരോ ഉണ്ടാക്കി എന്ന് പറയണേ. എത്ര ആളെ പേരിൽ അവിടെ കേസെടുത്തു? കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എത്ര പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു? ചോദ്യം അതല്ല. നിങ്ങളെ വിളിച്ചത് എന്തിനാണ്? നിങ്ങളെ വിളിച്ചത് അവിടെ അനധികൃതമായി മണലെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ടവർ നിയമസംഹിത നിലനിൽക്കുന്ന സ്ഥലമാണല്ലോ. പോലീസുണ്ട്, പഞ്ചായത്ത് ഭരണാധികാരികളുണ്ട്. അതവർ കണ്ടുപിടിക്കട്ടെ. പിടിച്ച ആളുകൾ കുറ്റക്കാരാണോ അല്ലോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കത് പറയാനും ബാധ്യതപ്പെട്ടവരല്ല ഞങ്ങൾ. അതൊന്നും ഞങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കണം, ശിക്ഷിക്കപ്പെടണം. പക്ഷേ കരക്ക് കെട്ടിയിട്ട് തോണി അയച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു തോണിയെ സംബന്ധിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ
ആ തോണിയെ സംബന്ധിച്ച് പറയാം പരിശോധിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുള്ളൂ. അവിടെ എല്ലാ തോണി പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മുടെ സമയത്തുണ്ടായില്ല. പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ രേഖ എന്ത് കടലാസ് ഹാജരാക്കാൻ വേണ്ടി വന്നു. അവരെ 9 മണി മുതൽ 1 മണി വരെ പോലീസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അവരുടെ കത്ത് എന്നുവെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് കത്ത് നിങ്ങൾ ഹാജരാക്കണം എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് പഞ്ചായത്ത് അത് അന്ന് ഞങ്ങൾ വാർത്ത കൊടുത്തിട്ട് പ്രസിഡന്റ് അന്ന് കൊടുത്താണ് തോണി അവിടെ നിർത്തിയിടാൻ വേണ്ടിയിട്ട് എന്തോ പെർമിഷൻ കൊടുത്തതാണ്. ആ കത്തായിട്ടാണ് അയാൾ വന്നിട്ട് അയാളോട് SI പറഞ്ഞ് നിങ്ങൾ ഈ തോണി എടുത്തു മാറ്റിക്കൂടി. അയാൾ എന്ത് ചെയ്താൽ തോണി നേരെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രശ്നം, നിങ്ങൾക്ക് തോണി പഞ്ചായത്ത് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു രേഖയും പഞ്ചായത്തുകാർ കൊടുത്തില്ല. മാത്രമാണോ ഈ തോണികളിൽ വേറെ പ്രദേശത്തൊന്നുമില്ലേ? ആ ഒരു പഞ്ചായത്തിൽ വേറെ പ്രദേശത്തൊന്നും ഈ തോണികളില്ലേ നിർത്തിയിട്ടില്ലേ? എവിടെയൊക്കെ നിർത്തിയിട്ട് എവിടുത്തെ ആളുകള് അല്ല ബാക്കിയുള്ള കടവുകൾ നിങ്ങൾ പോയി നോക്കിനോ? ആ പ്രദേശത്തെ ആളുകളെ കാണാൻ പോയിനോ? അതാ പറയാ, അതിന് മറുപടി തീർക്കാൻ വേണ്ടി ചില സംഗതി പോയ സമയത്ത് കൽപ്പണി കടവില് അതുവരെ അല്ലാതെ വഴി അല്ലെങ്കിൽ JCB വെച്ച് വഴി ഉണ്ടാക്കിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് പല അന്വേഷിച്ചപ്പോൾ വിവരം കിട്ടി. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ച ഗ്രാമപഞ്ചായത്തിനോട് ഇവിടെ എന്താ ചങ്ങല കെട്ടാറ്. അപ്പൊ ഞങ്ങൾ കുഴി കുഴിച്ചിരുന്നു, അതും ഇവർ മൂടി. അവിടെ കത്ത് നമ്മൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കിടങ്ങ് കയറിയിരുന്നു. ആ കിടങ്ങ് ചിലർ വന്ന് മൂടി. അതുകൊണ്ട് ഇനി ഇവിടെ ചങ്ങല ഇടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ചങ്ങല പരിശോധിക്കാൻ വേണ്ടി അവിടെ വന്നത് അവര്. അപ്പൊ കൽപ്പണി കടവിന്റെ എന്താ പറയുക JCB ഉപയോഗിച്ചിട്ട് ലോറി കയർക്കാൻ പറ്റുന്ന പാർക്കില് സംവിധാനം ഒരുക്കിയത് കണ്ടുകൊണ്ടാണ് പോലീസ് അവിടെ അന്വേഷണത്തിന് വന്നത്. പോലീസ് അവിടെ അന്വേഷിച്ച് തെളിവെടുത്തിട്ട് ആളെ കുറിച്ചോ നമ്മുടെ വിഷയമല്ല. ഞങ്ങൾ പാർട്ടിക്കെതിരെ വന്ന ആരോപണത്തിൽ CPIM ഒത്താശയോടുകൂടി ആണ് മണലെടുക്കുന്നതാണ് വാർത്ത. അതും പോലീസ് തന്നതാണോ? അല്ലെ നിങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണോ? അതേ ഞങ്ങൾ ചോദ്യം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയാണ്. പിന്നെ അതല്ല, ഈ മാവൂരിൽ UDF പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന അന്ന് മുതൽ മാവൂരിനകത്ത് വ്യാപകമായിട്ട് പല കടവുകളിലും രാത്രി മണൽക്കൊള്ള നടക്കുന്നുണ്ട്. നിങ്ങൾ പത്രക്കാരനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പത്രം നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക മാവൂർ ഗ്രാമപഞ്ചായത്തിൽ നിരന്തരം രാത്രി മണൽക്കൊള്ള ഉണ്ടെന്ന് പല കടവുകളിലുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നേ വരെ മാവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ പോലീസോ ഒരു മണൽ ലോറി പിടികൂടി നിങ്ങൾ എഴുതിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു മണൽ ലോറി അർദ്ധരാത്രി പിടികൂടി എവിടെന്നെങ്കിലും വരുന്നൊരു വണ്ടി തടഞ്ഞെന്നല്ലാതെ മണൽ കൊള്ള രീതിയിലേക്ക് റെയ്ഡ് എന്ന രീതിയിലേക്ക് മാവൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടില്ല. ഈ 10 വർഷമായി നടത്തിയിട്ടില്ല. ഒരു ലോറി പിടിച്ചെടുക്കുക അല്ലെങ്കിൽ തോണി പിടിച്ചെടുക്കുക ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു 1-2 സംശയ സാഹചര്യത്തിൽ പിടിച്ചെടുത്തതല്ലാതെ രീതിക്ക് പോയില്ല. ഇത് കൽപ്പള്ളി അല്ല പറയട്ടെ. അതിന് നിങ്ങൾ കൊടുത്ത വാർത്തയിൽ വേറെ വിഷയമുണ്ട്. നിങ്ങൾ പത്രക്കാർ ഇതേ മാവൂർ പോലീസിന്റെ ദൃഢനിശ്ചയത്തിന്റെ ഇടപെടൽ മണൽ തോണികൾ പിടികൂടിയെന്നാണ്. ഏത് മണൽ തോണികളാണ് പിടികൂടിയിട്ടുള്ളത്? ഇവർ പിടിക്കുന്ന സമയത്ത് ഈ പകൽ സമയത്ത് നിങ്ങൾ അവിടെ അന്ന് പഞ്ചായത്ത് ഭരണസമിതിയിൽ നമ്മൾ തീരുമാനമുണ്ടായത് മാവൂർ ഗ്രാമപഞ്ചായത്തിനകത്തുള്ള വിവിധ കടവുകളിലുള്ള മണൽ പാതാറുകൾ ഉണ്ടെങ്കിൽ അതെവിടെ പരിശോധിച്ച് അത് നിർത്തലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയുള്ള ആലോചന നടത്തണം എന്നത് ഭരണസമിതി തീരുമാനപ്രകാരം ഉണ്ടായിരുന്നു. അതനുസരിച്ച് പഞ്ചായത്ത് വിവിധ കടവുകളിലുണ്ട്. ആ കടവുകളിലൊന്നും നേരിട്ട് വന്ന് കൽപ്പള്ളി കടവിനകത്തേക്ക് പ്രസിഡന്റ് നേരിട്ട് വരിക പോലീസിനും കൊണ്ടുവന്നുകൊണ്ട് അത് അവിടെ കാണുന്ന ആളുകളെല്ലാവരും മണൽ മാഫിയൻ്റെ ആളുകളാണെന്നിട്ട് അവിടെ കൂടുന്ന ആളുകളൊക്കെ മണൽ മാഫിയൻ്റെ ആളുകളെന്ന് ചിത്രീകരിക്കുക. അവിടുത്തെ പൊതുപ്രസ്ഥാനം ഈ മണൽ മാഫിയയ്ക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു പറയാം. വാർഡ് മെമ്പർ ഈ മണൽ മാഫിയ ഒത്താശ ചെയ്തു കൊടുക്കുന്ന രീതിയിലൊക്കെയാണ് പത്രമാധ്യമങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർഡ് മെമ്പർ എപ്പോഴാണ് ഇടപെട്ടത്? വാർഡ് മെമ്പർ ഇടപെടുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വെള്ളിയാഴ്ച 5-ാം തീയതി വെള്ളിയാഴ്ച ഈ സംഭവം നടക്കുന്ന സമയത്ത്
രാവിലെ കൽപ്പള്ളി എൻ്റെ വാർഡിനകത്ത് വന്ന് ഈ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സമയത്ത് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാർഡ് മെമ്പർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്താ പറഞ്ഞത്, മണൽ മാഫിയക്കെതിരെയുള്ള പോലീസിൻ്റെ ഒരു സന്ദർശനമാണെങ്കിൽ അത് നടത്തിക്കോട്ടെ, അതിൽ നമുക്ക് വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇടപെടാൻ പറ്റില്ല. മണൽ കൊള്ളയ്ക്ക് ഞങ്ങൾ പ്രസ്ഥാനവും വാർഡ് മെമ്പർ എതിരാണ്, ആ രീതിയിലേക്ക് പറഞ്ഞ് ഞാനെന്ത് കുന്നമാർ നിൽക്കുമ്പോൾ സമയത്ത് വന്ന്. അപ്പോൾ ഇത് സംശയ സാഹചര്യത്തിൽ 2 തോണി പിടിച്ചെടുത്ത് സംശയ സാഹചര്യത്തിൽ 2 തോണി കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് മണ്ഡലക്കടവ് വഴി വലിച്ചു കൊണ്ടുപോകാനുള്ള JCB ഉപയോഗപ്പെടുത്തി വലിക്കാനുള്ള ഒരു പദ്ധതി മാവൂർ SI സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ മണ്ഡലക്കടവ് പ്രദേശത്തുള്ള ആളുകളാണ് നമ്മളെ വിളിച്ചത്. അന്ന് രാവിലെ 11 മണിക്ക് പോലീസ് കൽപ്പള്ളി കടവിലെത്തിയിട്ടുള്ള പോലീസിൻ്റെ കൂടെ ഞാനില്ല. വൈകുന്നേരം 5 മണിക്ക് ഈ പിടിച്ചെടുത്ത് സംശയ സാഹചര്യത്തിൽ കെട്ടിയിട്ട തോണി പിടിച്ചെടുത്ത് ആ തോണി കൊണ്ടുവരുന്ന സമയത്ത് അത് SIനോട് ഞാൻ പറഞ്ഞു, ഇത് തോണി ഏത് സാഹചര്യത്തിൽ പിടിച്ചു വെച്ചാൽ പറഞ്ഞാൽ അവിടെ കെട്ടിയിട്ട് തോണിയാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സംശയ സാഹചര്യത്തിലാണോ പിടിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, SIൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ ചാലിയാറിൽ അനധികൃതമായി മണലെടുക്കുന്ന തോണിയുണ്ട്, അവശ്യ സർവീസ് നടത്തുന്ന തോണിയുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ മണൽ കൊള്ളയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ മണലെടുക്കുന്ന സമയത്താണോ നിങ്ങൾ പിടിച്ചത്? അല്ല പറഞ്ഞു. ഇതിനകത്ത് മണലുണ്ടോ ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പിടിച്ചത്? ഞങ്ങൾ മണൽ വേട്ടയ്ക്കെതിരെ ഇറങ്ങിയതാണ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സംശയ സാഹചര്യത്തിൽ നമ്മൾ വാഹനങ്ങളൊക്കെ പിടിച്ചെടുക്കും, കടലാസുകളില്ലാത്ത ഇൻഷുറൻസ് തെറ്റിയ വാഹനങ്ങളൊക്കെ നമ്മൾ പിടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, വാഹനങ്ങൾ വിട്ടുകൊടുക്കുക, അതാണ് പോലീസിൻ്റെ നടപടി. ആ നടപടി അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഇതിന് രേഖകളില്ല നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ് വെച്ചു? അല്ല പഞ്ചായത്തിന് രേഖകൾ കിട്ടിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ രേഖകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് തോണി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു അത് കൊടുക്കാൻ പറ്റില്ല, ഇത് ഞങ്ങൾ കെട്ടി വലിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തോണി അനധികൃതമായി സംശയ സാഹചര്യത്തിൽ നിങ്ങൾ പിടിച്ചെടുത്ത തോണിയാണെങ്കിൽ, അത് നിങ്ങൾ സീസ് ചെയ്ത തോണിയാണെങ്കിൽ, കസ്റ്റഡിയിൽ എടുത്ത തോണിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സുരക്ഷിതമായി തന്നെ അത് മാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള സംവിധാനം ആയിരിക്കണം. അത് കെട്ടി വലിക്കാൻ പാടില്ല. അത് കെട്ടി വലിക്കുന്നതിന് 2 പ്രയാസമുണ്ട്. ഒന്ന്, ഏതെങ്കിലും കാലത്ത് പഞ്ചായത്തിൻ്റെ രേഖയിൽപ്പെട്ട തോണിയാണെങ്കിൽ ഇതിൻ്റെ അവകാശികൾ വന്ന് തോണിയിലെ രേഖകൾ ഹാജരാക്കുന്നവർക്ക് പോലീസ് എങ്ങനെയാണോ പിടിച്ചെടുത്ത തോണി ആ രീതിയിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ മാവൂർ മണ്ഡലക്കടവ് മുതൽ പോലീസ് സ്റ്റേഷൻ വരെ ഈ വലിയ തോണി കെട്ടി വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് ഉൾപ്പെടെ പൊളിഞ്ഞു പോകുക എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുള്ളത്. പൊതുവായിട്ട് വന്നിട്ടൊരു വിഷയമാണ്, റോഡ് പൊളിഞ്ഞു പോകുന്നൊരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് അത് കെട്ടി വലിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. പിന്നെ അത് CA ബന്ധപ്പെട്ട് CAനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ CAക്ക് മനസ്സിലായി. CA എന്നെ വിളിച്ചു, സ്റ്റേഷനിൽ വിളിച്ചു, കാര്യങ്ങൾ ഞാൻ വിശദമായി പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ, മണൽ മാഫിയയെ അടിച്ചമർത്തുന്ന മണൽ വേട്ടയ്ക്കെതിരെ നമ്മൾ ഒരിക്കലും അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു, വാർഡ് മെമ്പർ രീതിയിൽ ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് ഈ തോണി സുരക്ഷിതമായിട്ട് പോലീസ് കസ്റ്റഡിയിൽ വെക്കുക, ഈ റോഡിലേക്ക് വലിച്ചയച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് JCB വെച്ച് ഇത് പൊളിഞ്ഞു പോകും, റോഡ് പൊളി എന്ന രീതിയിലേക്കാണ് ഞാൻ ഇടപെട്ടത്. അന്ന് നിങ്ങൾ പത്രക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ തോണി കൊണ്ടുപോകണ്ടാന്നോ അല്ലെങ്കിൽ മണൽ പിടിക്കണ്ടാന്നോ അല്ല ഈ തോണി കൊണ്ടുപോയത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൊണ്ടുപോകുന്നത് കെട്ടി വലിക്കാതെ സുരക്ഷിതമായി മാറ്റണമെന്ന് മാത്രമാണ് അത് പറഞ്ഞത്. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് വാർഡ് മെമ്പർ മണൽ മാഫിയെ സഹായിക്കുന്ന ആളാണെന്ന രീതിയിലേക്ക് പല ചിത്രീകരണങ്ങളാണ് പത്രമാധ്യമങ്ങളിൽ വന്നത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് പത്രങ്ങൾ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന കാലഘട്ടത്തെ ദിവസം പൂഴി പിടിക്കണ്ടായിരുന്നു. ഇത് ഇത്രയും കാലം 10 വർഷക്കാലമായിട്ട് ഏതെങ്കിലും ഒരു റെയ്ഡ് അല്ലെങ്കിൽ പൂഴി പിടിച്ചതായിട്ടുള്ള റെയ്ഡ് ഇത്രയും കാലത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ദിവസം എഴുതുന്നുണ്ടല്ലോ മണൽ മാഫിയ ഒരു ഇതെന്താ പറയുക, ഇത് പകൽ വെളിച്ചത്തിൽ വന്ന് ഞങ്ങൾ മണൽ മാഫിയക്കെതിരാണെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രഹസനം എന്ന രീതിയിലേക്ക് വന്നതാണ് കൽപ്പള്ളി കടവിനകത്ത്. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും കൽപ്പള്ളി കടവിനകത്ത് മാത്രം വന്ന് ഈ ഇത്തരത്തിലുള്ള ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു. എന്താ ഭീകരന്മാരെ പിടിക്കുന്ന രീതിയിലേക്കാണ് പോലീസ് പിടിച്ചത്, ഒരു ഭീകരന്മാരെ പിടിക്കുന്ന ഒരു രീതിയിലേക്കാണ്. എന്നിട്ടാണ് ഇന്നും ഞാൻ പോലീസ് എടുത്ത 2 തോണിയിലും അന്ന് പിറ്റേ രാത്രി നല്ല മഴ അടക്കം പെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 തോണിയിലും നല്ല പൂഴിന്റെ അംശങ്ങളുണ്ട്. എങ്ങനെ പൂഴിന്റെ അംശങ്ങളൊക്കെ ഇത്രയും കൊല്ലം മണലെടുക്കാതെ വെച്ച് തോണിയാണ് അതിലെങ്ങനെ പൂഴിന്റെ അംശം വരിക? ഒന്ന് പറയട്ടെ ഈ ഹരിത ട്രൈബ്യൂണലിൻ്റെ ഒരു വിധിയുണ്ട്. എന്താണ്, ചാലിയാറിൽ നിന്ന് അല്ലെങ്കിൽ ചെറുപുഴകളിൽ നിന്ന് മണൽ വാരാൻ പാടില്ലെന്നൊരു വിധിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ മണൽ എന്ന ഹരിത ട്രൈബ്യൂണലിൻ്റെ വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഇപ്പോൾ അതിനൊരു ഭേദഗതി സർക്കാർ വരുത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ മണൽ കടവുകളിൽ ഒട്ടനവധി പൂഴി നിറയുന്ന പുഴകളിലൊക്കെ പൂഴി എടുക്കുന്നതിന് വേണ്ടി അത് ചെളി എടുത്ത് മാറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണലിന് പകരം ചെളി എന്ന രീതിയിലേക്ക് ആ ഒരു ഭേദഗതി എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പഞ്ചായത്തിനകത്ത് പെരുമണ്ണയിൽ ഈ പള്ളിക്കടവിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇങ്ങനെ പൂഴി എടുക്കുന്നുണ്ട്.
എല്ലാ സ്ഥലത്തും പൂഴി എടുക്കുന്നുണ്ട്. ഈ ചളി എടുക്കുക എന്ന രീതിയിലേക്കാണ് അത് ആ വിധിനെ മാറ്റിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഒരു തോണി നിങ്ങൾ പറഞ്ഞിട്ടുള്ള തോണി പൂഴിൻ്റെ അംശം കണ്ടുവന്ന തോണി ഇത് പള്ളിക്കടവിനകത്ത് ഏതെങ്കിലും കാലത്ത് ഒരു ലോഡ് പൂഴി അതായത് എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് പൂഴിക്ക് കൊടുത്തിട്ടുണ്ട്, വാടക ഇനത്തിൽ കൊടുത്തിട്ടുണ്ട്. 1500 രൂപയ്ക്ക് ആ തോണി വാടക കിട്ടും. അതിൻ്റെ ഒരു അംശം ഈ പുഴയുടെ കാലത്ത് സൈഡിൽ കെട്ടിയിട്ട് തോണിയിൽ പൂഴിൻ്റെ അംശം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മണൽക്കൊള്ളക്കാർ തോണിയാണെന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയാണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇവരെന്ത് ചെയ്യുക, ഏത് രാത്രി സമയത്താണ് ഇവർ വന്നിട്ട് റെയ്ഡ് നടത്തി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റോ അല്ലെങ്കിൽ പോലീസോ റെയ്ഡ് നടത്തി മണൽ കയറ്റുന്ന സമയത്ത് മണൽ ഉൾപ്പെടെ തൊണ്ടി സഹിതം പിടിച്ചിട്ടാണ് ഈ തോണി കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് പറയാം ഇത് മണൽക്കടത്തിൻ്റെ പൂഴിയാണ്. കെട്ടിയിട്ട് പുഴയിൽ പറഞ്ഞ ബോട്ട് നിർത്തിയിട്ടിട്ടുണ്ട്, തോണി നിർത്തിയിട്ടിട്ടുണ്ട്, കപ്പലുകൾ ഉണ്ടാവും. കപ്പലുകളൊക്കെ പല സ്ഥലങ്ങളിൽ ഇതുണ്ടല്ലോ, കടലുകളൊക്കെ നിർത്തി. ഇതൊക്കെ നമ്മൾ മണൽ മാഫിയാണ് അല്ല അനധികൃത കള്ളക്കടത്തിന് ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പിടിച്ചെടുക്കാൻ കഴിയുമോ? ഇതിന് സത്യസന്ധമായുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ബോധ്യപ്പെടാതെ വന്നെന്തെങ്കിലും ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ഞങ്ങൾ മണൽ മാഫിയാണ് സഹായം. ഇപ്പം നേരത്തെ ഞങ്ങൾ സെക്രട്ടറിയോട് സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്താണെങ്കിൽ 7 വർഷമായിട്ട് പഞ്ചായത്തിൻ്റെ ആസിഡ് രജിസ്റ്ററിൽ രേഖകൾ ഇതുവരെ കണ്ടില്ല. ഇന്നും തെരച്ചിലടക്കാം. ആ രേഖകൾ പോലും ഇല്ലാതെ എങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർകുട്ടി മാസ്റ്റർ ഇത്രയ്ക്ക് ഔദ്യോഗികമായിട്ട് രേഖ ലെറ്റർ പേഡിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ പഞ്ചായത്ത് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ലെറ്റർ പേഡിൽ സീലേൽപ്പിച്ചതിന് ശേഷം അതിൻ്റെ മാറ്റർ എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ എഴുത്തല്ലത്. പഞ്ചായത്ത് പ്രസിഡന്റ് വെറും ലെറ്റർ പേഡ് പഞ്ചായത്ത് പ്രസിഡന്റ് സൈൻ ചെയ്ത് ബ്രിജേഷ് സെക്രട്ടറിയോട് ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഈ ലെറ്റർ പേഡ് പറിച്ചു കൊടുത്തത് എനിക്ക് തോന്നുന്നത് അതായത് ആർക്കാണ് ലെറ്റർ പേഡ് ഇവിടെ സുലഭമായി പൂഴിയെടുക്കുന്നതിന് അനുമതി കൊടുക്കുന്ന രീതിയിലേക്കാണ് ഈ സാധനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇത് അതിനകത്ത് വർഷം 29/6/2021 സംഭവമാണ്. 8 മാസം മുമ്പേ. അപ്പം എന്ത് ചെയ്യുക, നേരത്തെ തന്നെ മണൽ മാഫിയയ്ക്ക് അനുകൂല നിലപാടാണ് മാവൂർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചതിൻ്റെ ഒറ്റ തെളിവാണിത്. ഈ തെളിവ് നിങ്ങൾ ഇതുവരെ പത്രത്തിൽ കൊടുത്തിട്ടില്ല. ഒരു പത്രത്തിൽ ഇതുവരെ ഇതിൻ്റെ ഒരു വിഷയം നിങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല. രജിസ്റ്റർ കാണാത്ത തോണിക്ക് അല്ല ഇപ്പോഴേ ഈ അല്ല അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, മണലെടുക്കാതായിട്ട് എത്ര കാലമായി? 7 വർഷം. 29/6 ഈ സാധനം കൊടുക്കേണ്ട കാര്യം എന്താ? എൻ്റെ സാങ്കത്യം എന്താ? നിങ്ങൾ കണ്ടെത്തി, നിങ്ങളാണല്ലോ വാർത്ത കൊടുക്കുന്നത്. ഈ 7 കൊല്ലമായിട്ട് 7 കൊല്ലമായിട്ട് കടവുകളിൽ നിന്ന് പൂഴിയെടുക്കാത്ത മാവൂർ പഞ്ചായത്തിൽ നിന്ന് 29/6 നിങ്ങൾക്ക് തോണിയുണ്ട്, ഇവിടെ റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രേഖ കൊടുക്കേണ്ട കാര്യം എന്താ? ഇത് പൂഴിയെടുക്കാനാണ് സുഹൃത്ത് ഇതിനകത്ത് പറയുന്നത്. മനസ്സിലായില്ല, കൃത്യമായി പറയുന്നത് കേട്ടോളി. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ കൽപ്പള്ളി കടവിലെ പൂഴി തൊഴിലാളിയായ ഹനീഫ തറമ്മൽ എന്ന തൊഴിലാളിയുടെ 3/3 എന്ന നമ്പറിലുള്ള ഇരുമ്പ് തോണി മണൽ എടുക്കുന്നതിനു വേണ്ടി, മനസ്സിലായില്ലേ, മലയാളമാണ്, വേണ്ടി ഉപയോഗിച്ചു വന്നിരുന്നു. ഈ തോണിയുടെ ഉടമസ്ഥാവകാശം ഹനീഫ തറമ്മലിന് ആണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി എന്താ വേണ്ടേ? എങ്ങനെ ഈ തോണിപ്പാട് അല്ലറിയത്? അല്ല, ഈ തോണിപ്പാട് അല്ലറിയത് ഇത് സ്റ്റേഷൻ കോമ്പൗണ്ടിലുണ്ട്, സ്റ്റേഷന്റെ കോമ്പൗണ്ടിലുണ്ട്. ആ 3/3 എന്നാ അല്ല അവിടെ പ്രശ്നം. ആരാ നമ്പർ കൊടുക്കണേ? ഇപ്പോ 29/6 നമ്പർ കൊടുക്കേണ്ട സാങ്കത്യം പറയുന്നത് ഇന്നലെ ഇത് പറയും. SIO പോലീസോ ചോദിക്കുന്നല്ല. 7 വർഷമായി പൂഴിയെടുക്കാത്ത മാവൂർ പഞ്ചായത്തിൽ നിന്ന് 29/6 ലെറ്റർ പേരിൽ എഴുതി കൊടുക്കേണ്ട സാങ്കത്യം ഇങ്ങോട്ട് പറയും. ഇന്നലെ ബാക്കി പറയാം. അല്ല, ഇവിടെ റൈസ് ചെയ്ത തോണി പള്ളിക്കടയിൽ കൊണ്ടുപോവുക. പിടിച്ചെടുത്ത തോണികൾ എന്നല്ല പറഞ്ഞത്. ഈ ചാലിയാറില്
ചാലിയാറിൽ നിർത്തിയിട്ട തോണികളിൽ ഈ അംശം കോഴിയുടെ അംശം വരാണ്ടാവുന്ന കാരണങ്ങളാണ് പറഞ്ഞാൽ പിടിച്ചെടുത്ത തോണികളിൽ നമ്മൾ കോഴിയുടെ അംശം കണ്ടത് അങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലല്ല പറയും. ഈ കോഴികൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന തോണികൾ ഉണ്ട് എന്നത് രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചെടുത്ത തോണികളിൽ. പിന്നെ അതുമല്ല ഒരു കാര്യം നിങ്ങൾ അങ്ങനെ ആധികാരികമായി പറയുമ്പോൾ അതിനകത്ത് ഒരു കൊട്ട പൂഴി കൂടിയില്ല. അത് ആ പൂഴി ഞങ്ങൾ കണ്ടു, ഞാനുണ്ടായിരുന്നല്ലോ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ, ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്, തോണി കണ്ടിട്ടുണ്ട്, പൂഴിയുടെ അംശം എത്ര എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് പൂഴി പിടിച്ചെടുത്ത് മണൽ മാഫിയയുടെ പൂഴി ദൃഢ ആ കളവുകൾ രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള തോണിക്ക് ഒരാൾക്കും രേഖ പഞ്ചായത്ത് ഇതുവരെ കൊടുത്തില്ല. പറയുന്നത് ആർക്കാ കൊടുത്തത്? ആരാ കൊടുത്തത്? പറയും. ന്യായീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഇല്ലല്ലോ. ഞങ്ങളൊരു ആരോപണം ഉന്നയിക്കുകയാണ്, ഞങ്ങൾക്ക് മറുപടികൾ തരണ്ട. ഞങ്ങളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതൊരു അനധികൃതമായി മണലെടുക്കാനുള്ള ഒരു ഒത്താശയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനം. പഞ്ചായത്ത് ഭരണാധികാരികൾ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിന് ഞങ്ങൾക്കൊരു മറുപടി നിങ്ങൾ വേണ്ട. ഞങ്ങൾ ഇത് ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. ഞങ്ങൾക്ക് അതിലൊരു ന്യായീകരണങ്ങൾ കണ്ടെത്തി തരണ്ട. അല്ല, മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഞങ്ങളെ ചോദ്യം, ഞങ്ങൾക്ക് ഈ CPIM-ന് ഒത്താശയോട് കൂടി എന്ന് നിങ്ങൾ വാർത്ത ശരിയായില്ല എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. CPM-ന്റെ ഏതെങ്കിലും ഒരാൾ ഈ മണലെടുക്കാൻ ഒത്താശ നടത്തിയെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് തെളിയിക്കാം. അതിന് നിങ്ങൾ പറയും, തെളിയിക്കാം. നിങ്ങൾ ആളെ പറഞ്ഞോളി. രണ്ടാമത്തത്, അത് രാഷ്ട്രീയപരമായ ആരോപണമാണ്. ആ ആരോപണത്തിനാണ് ഞങ്ങൾ മറുപടി അറിയുന്നത്. മാതൃഭൂമി ഔദ്യോഗിക പത്രമല്ലേ, മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്, ചന്ദ്രിക ലോക്കൽ കമ്മിറ്റി അംഗം വാർഡ് മെമ്പർ എന്ന് പറഞ്ഞ പിന്നെ ആരാ? ലോക്കൽ കമ്മിറ്റി അംഗത്തിന് തോണിയുണ്ട്, തോണിയുണ്ട്, പോലീസ് പിടിക്കണ്ട്. അതാരാ? പിന്നെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഇത് നമ്മൾ അവസാനിപ്പിക്കണമല്ലോ. നമുക്ക് പറയാനുള്ളത് എന്താണ്, മാവൂർ ഗ്രാമപഞ്ചായത്തും പോലീസ് അധികാരികളും അനധികൃത മണൽ പിടിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി തയ്യാറാവണമെങ്കിൽ ഞങ്ങൾ CPIM-ന്റെ പൂർണ്ണ പിന്തുണ അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇവിടെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കട്ടെ, എല്ലാവരും കൂടി രംഗത്തിറങ്ങുക. പത്രമാധ്യമങ്ങൾ വരട്ടെ, പോലീസ് വരട്ടെ, പഞ്ചായത്ത് വരട്ടെ, ഞങ്ങളെല്ലാം അതിൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നിലപാട് എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവും. ഒരൊറ്റ കാര്യം പറഞ്ഞതാ, ഒറ്റ കാര്യം ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഈ പിന്നെ കള്ളപ്പൂഴി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ബാലകൃഷ്ണൻ ഭരിക്കുന്ന സമയത്ത് അത് എടുക്കാൻ പോയിട്ട് വളഞ്ഞ് PT ജയരാജനെ ഉൾപ്പെടെ അന്നത്തെ മെമ്പർമാരെ വളഞ്ഞു വെച്ച് തല്ലാൻ വേണ്ടി നോക്കിയിട്ടുള്ള ആളുകൾ ആരാ ഇവിടെ പഞ്ചായത്തിൽ? ആരുണ്ടതിന്? തല്ല് നടന്നില്ല ഇവിടെ? അന്ന് CPM-ന്റെ ഏതെങ്കിലും ഒരു അനുഭാവിയെ സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ ഇപ്പം എന്താ ഒരു പ്രത്യേകത? കൽപ്പള്ളിയിൽ മാത്രം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അതാണ്. അപ്പം അതുകൊണ്ട് ഈ കൽപ്പള്ളിയിൽ മാത്രം ഒരു പ്രത്യേക ടാർഗറ്റ് വെച്ചുകൊണ്ട് പോകുന്നതിലെ ചില സാങ്കത്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി പിന്നെ മറ്റൊന്ന്, ഇനി ഇത് തടയണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഇങ്ങനെയല്ല പോകേണ്ടത്. ഞങ്ങൾ കാട്ടിത്തറവണേ ഇത് തടയണം. പക്ഷെ വന്ന വാർത്ത അങ്ങനെയല്ല. അവിടുത്തെ മണൽ മാഫിയ ഭീഷണിപ്പെടുത്തി നിങ്ങളെ കൊല്ലും, നിങ്ങളെ വധിക്കും. അപ്പൊ ഞങ്ങൾ ഇത് പത്രസംഘടന നേരത്തെ പരാതി കൊടുത്തു, കമ്മീഷണർക്ക് പരാതി കൊടുത്തു, അതുപോലെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഞങ്ങൾ പരാതി അയച്ചു. ആ പരാതി നേരെ മാവൂർ സ്റ്റേഷനിലെത്തി. മാവൂർ സ്റ്റേഷൻ നേരെ പോയി മാവൂർ സ്റ്റേഷൻ നേരെ അല്ല, നിങ്ങൾ ഈ പിന്നെ ഭീഷണിപ്പെടുത്തിയവരെയോ ഭീഷണിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നവരെയോ സംരക്ഷിക്കുന്ന ഏർപ്പാട് ഇപ്പാർട്ടിക്കില്ലാന്ന് നിങ്ങൾ പരാതി കൊടുത്തോളി. അറസ്റ്റ് ചെയ്തോട്ടെ. എന്താ പ്രശ്നമോ? എന്താ വിഷയം? എന്താ? അല്ല അത് പറഞ്ഞില്ല. അത് ഞങ്ങൾ പറഞ്ഞില്ല. ആരുണ്ടെങ്കിലും അങ്ങനെ അതെ, നിയമപരമായി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം നിയമവ്യവസ്ഥ തകരാൻ പാടില്ലല്ലോ നാട്ടിൽ. അതാരാലും ശരി, ഞങ്ങൾ ഇതിലല്ലേ. എന്താ തർക്കം? തർക്കമില്ല.
പത്രദ്വാര അങ്ങനെ ഒരു ഭീഷണി ഇദ്ദേഹത്തെ പെടുത്തിയതും ഡോക്ടർ അറിഞ്ഞ സംഭവമാണല്ലോ. ആ അപ്പോ അവിടെ ഒരു മണൽ മാഫിയയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും ബോധ്യപ്പെട്ടു? അതിപ്പോ ആരാ പറഞ്ഞില്ലാന്ന്? ഇത് കൽപ്പള്ളി കൽപ്പള്ളി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു കാര്യം ചെയ്യണം. രാത്രി കാലങ്ങളിൽ ഒരു തോണി എടുത്ത് ചാലിയാറിലൊന്ന് ഇറങ്ങി ഒന്ന്. രണ്ടാമത്തത് ആ ഇത് പിടിക്കണം. രണ്ട് കാര്യമുണ്ട്. പിടിക്ക അല്ല ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? പഞ്ചായത്ത് എന്തുകൊണ്ട് നിങ്ങളെ അല്ല വേറൊരു കാര്യം പറഞ്ഞതാ. നിങ്ങൾ പിന്നെ ഈ പൂഴി എടുക്കുന്നതിന് എതിരാണ് എങ്കിൽ, അവരെ പിടിക്കലാണ് ഉദ്ദേശമെങ്കിൽ ഇതല്ല, ഇത് വാർത്തകൾ സൃഷ്ടിക്കാനാണ്. വാർത്തകൾ സൃഷ്ടിക്കാനാണ്. പിടിക്കണമെങ്കിൽ ഇതല്ല ചെയ്യേണ്ടത്, മനസ്സിലായോ? ഇത് വാർത്തകൾ സൃഷ്ടിക്കാനാണ്. അത് പ്രായോഗികമല്ല. അവിടെ ഒരുപാട് ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന കടവാണ്. പഞ്ചായത്ത് എന്ത് ചെയ്യണം? അവിടെ ഗേറ്റ് ഒരു സംശയമില്ല, 100%. രണ്ടാമതൊരു കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, ഈ പത്രപ്രവർത്തകരാണല്ലോ നിങ്ങൾ പറയുന്നത്, അനധികൃതമായി ഏറ്റവും കൂടുതൽ മണൽ കൂടെ കൽപ്പള്ളി എന്നാണ് നിങ്ങൾ പറഞ്ഞു. ഉറപ്പല്ലേ? അല്ല ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു മുഴുവിപ്പിച്ചില്ല. സംശയലേശമന്യേ നിങ്ങൾക്ക് പറയാൻ കഴിയല്ലോ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇത്രയും പത്രപ്രവർത്തനങ്ങൾ നടന്നിട്ട് ഏതെങ്കിലും ഒരു തോണി പൂഴി കുത്തുന്ന ഒരു ചിത്രം ഒന്ന് എടുക്കാൻ വേണ്ടി പറ്റുമോ? അന്വേഷണാത്മക പ്രവർത്തനമല്ലേ നമ്മൾ നടത്തുന്നത്. അങ്ങനെ ഒരു ഇതിൻ്റെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചോ പത്രക്കാർ? എന്തുകൊണ്ട് രാത്രി ഒരു ചിത്രം നമുക്ക് എടുത്താൽ കിട്ടുമല്ലോ. പോലീസ് എന്തുകൊണ്ട് രാത്രി പെട്രോളിംഗ് നടത്തുന്നില്ല? പോലീസിന്റെ പിന്നെ ഒരു ലോറി നിങ്ങളാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മണൽ പോണത് അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന്. കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞു. റിപ്പോർട്ട് കിട്ടിയാൽ സാധാരണഗതിയിൽ നിങ്ങൾ എന്താ ചെയ്യുക? ഞാനൊരു പത്രപ്രവർത്തകൻ ശേഖരിക്കാൻ ഞാൻ പോകും. മണലെടുക്കുന്നത് പാർട്ടിയെ ആഭിമുഖ്യമാരാ പറഞ്ഞു ഞങ്ങളോട്. അതൊക്കെ എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? സംഭവം ഈ കൽപ്പള്ളി എഴുതിയ വാർത്തയല്ല, മൊത്തത്തിൽ പല കടവുകളും ആയിക്കോട്ടെ. അതിന് ഞങ്ങളൊരു കാര്യം കേട്ടെ. പക്ഷെ വാർത്തയിൽ അതാണ് മൊത്തത്തില് പിന്നെ ഞങ്ങൾ എല്ലാ കടവുകളും വെച്ച് 5 കടവുകളും വെച്ചിട്ട് തന്നെയാണ് വാർത്ത കൊടുത്തതൊക്കെ. പക്ഷെ ഭീഷണി വന്നതും പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൽപ്പള്ളിയിൽ നിന്നാണ്. അതോട് എല്ലാം കൂടി കൽപ്പള്ളി പിന്നെ കേന്ദ്രീകരിച്ചെന്ന് മാത്രം. അതിപ്പോ വായിക്കണോന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് നിങ്ങളെ വാർത്ത വായിച്ചു നോക്കണോന്നറിയോ? നിങ്ങളെ ഭീഷണിയുടെ ഭാഗമായിട്ട് മണൽക്കടത്ത് ഹെഡിങ്ങോട് കൂടി മണൽക്കടത്ത് CPM കൽപ്പള്ളി 15-ാം വാർഡ്. ഞങ്ങൾ ആ നിലപാട് പറയാനാണ്. ഇത് ക്രോഡീകരിച്ച കാര്യം എനിക്ക് പറയാനുള്ളൂ. അനധികൃതമായി മണലെടുക്കുന്ന മാവൂർ പഞ്ചായത്തിലോ സമീപ പഞ്ചായത്തിലോ മറ്റൊരു നോക്കട്ടെ. മാവൂർ പഞ്ചായത്തിൽ അനധികൃതമായി മണലെടുക്കുന്നുണ്ടെങ്കിൽ ആ മണലെടുക്കുന്നത് പരിശോധിക്കാനും കണ്ടുപിടിക്കാനുള്ള സംവിധാനം ബന്ധപ്പെട്ട ഭരണാധികാരികൾ ചെയ്തേ പറ്റൂ. അതിന് തടയിടാനുള്ള എന്ത് നിലപാടാണോ അതിനെ തടയിടാൻ അവർക്കുള്ളത് അതവർ ചെയ്യണം. ഇതിന് വല്ല സഹായവും CPM-ൻ്റെത് വേണമെങ്കിൽ പരിപൂർണമായും ഞങ്ങൾ സഹായം ഉണ്ടാവും. ഭരണാധികാരികൾക്കുണ്ടാവും, പിന്നെ പോലീസിനുണ്ടാവും. അതൊരു സർവകക്ഷി യോഗം വിളിച്ച് മാവൂരിലെ ഈ മണൽ കൊള്ള അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാട് പഞ്ചായത്ത് സ്വീകരിക്കും. അതിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും. ഇവർ ചെയ്ത ഈ രീതിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കാരണം ഒരിക്കലും ഒത്താശയല്ല, ശരിയായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കഴിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഒരു തോണി പിടിച്ച് മാറ്റിയിട്ട് കരക്കെടുത്തിട്ട് ആ തോണി എത്ര കാലം കടവിലുണ്ടാവും? അത് എത്ര ആൾക്കാർ കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഇത് മക്കൾ വരെ അവർക്ക് ഭീഷണിപ്പെടുത്താൻ ഭീഷണിയില്ല. പോലീസ് കൊണ്ടോണേ അപ്പോഴാണ് അതിന്റെ ആള് വന്നിട്ട് മറ്റേ പൈപ്പ് ഊരിട്ട് ഇതാക്കി
ഓക്കെ പൈപ്പ് ഊരിയ ആളും തോണിയൊക്കെ പൊക്കാനുള്ള സംവിധാനം അല്ല ഇതിനൊക്കെ ഉള്ള സംവിധാനം വരെ കയ്യിലുണ്ട് അതവർ പൊക്കട്ടെ.